അതിരൂക്ഷമായ വന്യമൃഗശല്യം നേരിടുന്ന ഒരു പ്രദേശമാണ് മേപ്പാടി പഞ്ചായത്തിലെ കുന്നമ്പറ്റ എന്ന് പറയുന്നത്. 2023 തോട്ടം തൊഴിലാളിയായ പാർവതി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. അന്ന് ആ പാർവതിയോടൊപ്പം ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്നത് സുബ്രഹ്മണ്യനുമുണ്ടായിരുന്നു. നാലംഗ സംഘമായിരുന്നു അന്ന് ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്നുണ്ടായത്. സുബ്രഹ്മണ്യൻ അന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ആ സുബ്രഹ്മണ്യൻ നമ്മോടൊപ്പം ഇന്ന് ചേരുകയാണ്. വലിയ അന്ന് അത്ഭുതകരമായാണ് അന്ന് രക്ഷപ്പെട്ടത് അല്ലേ? അതെ, അത്ഭുതകരമായി. എങ്ങനെയായിരുന്നു ആ സംഭവം? ഞങ്ങൾ പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് ആനയുള്ള വിവരം ഞങ്ങൾ അറിയില്ല. അപ്പോൾ വരുന്ന സമയത്ത് രണ്ട് റോഡാണ്. ഞങ്ങൾ വരുന്ന വേറൊരു റോഡിനും ആന നിന്നത് വേറെ സൈഡിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് കടന്നപ്പോഴാണ് ആന ഞങ്ങളെ കണ്ടുമുട്ടിയത്. ആ കണ്ട സമയത്ത് തന്നെ ആന ചിഹ്നം വിളിക്കുകയും ഞങ്ങളെ നേരെ ഓടി വരികയും ചെയ്യുകയുണ്ടായത്. അതിൽ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാത്തതുകൊണ്ട് ഞങ്ങൾ 4 പാടും ഓടിപ്പോയി എല്ലാവരും. അതിൽ പാർവതി എന്ന് പറയുന്നവർ നേരെ കാട്ടിലേക്ക് ഇറങ്ങിയതും ആന കണ്ടതും നേരെ അവരെ കൂടെ തന്നെയാണ് ആന കാട്ടിലേക്ക് ഇറങ്ങിയത്. കാട്ടിലിറങ്ങിയതിന് ശേഷം കാലായിട്ട് തട്ടുകയും അങ്ങനെയുള്ള ആനയുടെ ആക്രമണം കൂടുതലായി ഉണ്ടായി. എത്ര മണി സമയത്തായിരുന്നു ഇത്? ഒരു 3:30 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. ഒരു കൺമുന്നിൽ കണ്ട വലിയൊരു ദാരുണ സംഭവമായിരുന്നു. അതെ അതെ, വലിയൊരു അത്ഭുതകരമായാണ് ചേട്ടൻ രക്ഷപ്പെട്ടത്. അത്ഭുതകരമായിട്ട് ആന രക്ഷപ്പെട്ടു. കാരണം ഞാൻ റോഡിൻ്റെ സൈഡിലായിരുന്നു പതിഞ്ഞു നിന്നത്. അതുകൊണ്ട് എന്നെ ആന പെട്ടെന്ന് കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ താമസിക്കുന്ന സ്ഥലമൊക്കെ സ്ഥിരം ഒരു വന്യമൃഗശല്യമുള്ള മേഖല തന്നെയാണ്. ഇപ്പോൾ ആനശല്യം കൂടുതലുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ കുന്നമ്പറ്റ പ്രദേശങ്ങളിൽ തന്നെ ഉള്ള ഭാഗങ്ങൾ. രാത്രി കാലങ്ങളായാലും ആന ഇങ്ങോട്ട് ഇറങ്ങും. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക്. ഇപ്പോൾ അന്ന് അപകടം നടന്ന സ്ഥലത്ത് പിന്നെ അത് കൂടി തന്നെയാണ് ജോലിക്കൊക്കെ പോകുന്നത്? ഇല്ല, ഇപ്പോൾ അതിൽ പോകുന്നില്ല. ഇപ്പോൾ അവിടെ നിന്ന് പോകാതെ ഇപ്പോൾ അടുത്തിവിടെ ഒരു എസ്റ്റേറ്റിലാണ് പോയത്. അപ്പോൾ ഈ മേലെ ഈ ചെമ്പ്രയുടെ നിന്നാണ് ഈ ഭാഗത്ത് മൊത്തം ഇറങ്ങി വരുന്നില്ല? ചെമ്പ്രയുടെ ഭാഗത്തു നിന്നാണ് ഇറങ്ങി വരുന്നത്. അതായത് അത് ഓർക്കുമ്പോൾ വലിയൊരു ഇതുണ്ട്, ഇപ്പോഴും ഒരു മനസ്സിനുള്ളിൽ ഒരു ടെൻഷനാണ്. ആ ഒരു പേടി ഇതുവരെ മാറിയിട്ടില്ല. അങ്ങനെയുള്ളൊരവസ്ഥയാണ്. അതുകൊണ്ട് പിന്നെ ജോലിക്ക് അങ്ങോട്ട് പോയിട്ടില്ല ഇതുവരെ. ഏതായാലും ആ നടുക്കുന്ന ഓർമ്മ മൂപ്പംകുന്നിലെ സുബ്രഹ്മണ്യ ഏട്ടന് മുന്നിൽ നിന്ന് ഇനിയും പോയിട്ടില്ല. കാരണം അത്രയും ദാരുണമായ ഒരു സംഭവമാണ് അന്ന് സംഭവിച്ചത്. കൂടെയുണ്ടായിരുന്ന പാർവതിയെ ആന ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത് കൺമുന്നിൽ കണ്ട ഒരു മാനസികാവസ്ഥ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്രത്തോളം ഭീതിയുടെ നിമിഷങ്ങളിലൂടെയായിരുന്നു സുബ്രഹ്മണ്യൻ അന്ന് കടന്നുപോയത്. ഏതായാലും വലിയ രീതിയിലുള്ള വന്യമൃഗശല്യം നേരിടുന്ന ഒരു പ്രദേശം തന്നെയാണ് കുന്നമ്പറ്റ എന്ന് പറയുന്നത്.